സർവ്വ ഇമാമിയങ്ങളും ചെയ്തു എന്നൊക്കെ നിങ്ങൾ കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ അല്ലാഹു കൽപ്പിച്ചു, റസൂല് ചെയ്തു, സഹാബത്ത് ചെയ്തു, സർവ്വ ഇമാമിയങ്ങളും ചെയ്തു എന്നൊക്കെ കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ അറിയണം, അതാ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അത് ചെയ്തവരാണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞ പ്രസംഗത്തിൽ. എങ്ങനെ? 4 മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളും അതാ റസൂലുള്ളാഹിനോട് വിളിച്ചു തേടിയവരാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പ്രത്യേകം എടുത്തുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. കേട്ടോളൂ ആ ഭാഗം. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞിട്ടില്ലേ മൗലവി? ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചവരും അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിയവരും മാത്രമാണ്. കേട്ടില്ലേ? എത്ര ശുദ്ധമായ കളവാ പൊട്ടിച്ചത്! കരയുദ്ധക്കാരന്റെ ആയുധത്തിന്റെ കോലമായി പറയുന്നത്. വെള്ളത്തിന്ന് കയറിയിട്ട് ഇപ്പൊ യുദ്ധത്തിനൊരുങ്ങിയപ്പോ കിട്ടിയ ആയുധത്തിൻ്റെതാ പറയുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിയങ്ങളും അവസാനം ഒരു മാത്രമാണ്. ആരും ഒഴിവില്ല, ആരും ഒഴിവാകാൻ പാടില്ല. എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചവരും റസൂലുള്ളാഹിനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ്. പറ സ്വഹാബത്തിനെ മുഴുവൻ എണ്ണ്. സ്വഹാബത്ത് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം ചോദിച്ചത് പറയുമ്പോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പോരാ, അപ്പുറത്തെ ഉസ്താദ് പറഞ്ഞത് പോരാ. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൽ-ഇസ്നാദു മിനദ്ദീൻ. സനദ് ഉദ്ധരിച്ചു പറയണം. റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് അവിടുന്ന് അങ്ങോട്ട് ആരാണ് കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാബത്തിന് ചെയ്തതാദ്യം തെളിയിക്കൂ. കാരണം സർവ്വ സ്വഹാബത്തും ഇമാമിങ്ങളല്ലേ. ഇമാം ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ധാരാളം സഹാബിമാരില്ലേ, ഓരോ സഹാബത്തിനെയും ഉദ്ധരിച്ചുകൊണ്ട് പറയോ, അവരല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയത്, സഹായം തേടിയത് പറയോ. അബൂ ഹനീഫ ഇമാം സഹായം തേടിയത് പറയോ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് സഹായം തേടിയത് പറയോ. ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ. അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പറയൂ. ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒന്ന് പറയണം, ഇതാ ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ, അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് പിടിച്ചോ, അതുപോലെ തന്നെ മാലിക് ഇമാം അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് സഹായം തേടിയത് പിടിച്ചോ. മൗലവി അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പിടിച്ചോ. മൗലവി വെറുതെ നിങ്ങളുടെ ബടായി പോരാ, നിങ്ങളുടെ തൊള്ള പോരാ ദീനിൽ തെളിവ്. അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദില്ലെങ്കിൽ നിങ്ങളുടെ തോന്നിവാസം ഇവിടെ വേണ്ട, ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്നിട്ട് നമ്മളന്ന് ചോദിച്ചു, ഉണ്ടെങ്കിൽ തെളിവുദ്ധരിക്കൂ. ആ 4 ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ, സനദോടെ ഉദ്ധരിക്കൂ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മാത്രമല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇസ്തിഗാസ നടത്തുന്നത് അവിടെ നിൽക്കട്ടെ. ഇമാം അബൂ ഹനീഫ റഹിമത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസ നടത്തുന്നത് പോയിട്ട്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അബൂ ഹനീഫ ഇമാം ഇസ്തിഗാസ നടത്തുന്നത് പോയിട്ട് മഹാനവറുകൾ അതാ ഹക്ക് കൊണ്ടുള്ള തേട്ടം പോലും വെറുത്തയാളാണ് എന്ന് കിതാബിലെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അന്നേ കൃത്യമായി തന്നെ ചോദിച്ചിട്ട്, കിതാബിലില്ലേ ഈ പറഞ്ഞത്, കിതാബിലില്ലേ എന്നും ആവർത്തിച്ച് ചോദിച്ചതാണ്. അതിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. CD ഇറങ്ങുമ്പോൾ ആ ചോദ്യവും അതിന്റെ ഉത്തരവും നിങ്ങൾക്കതിൽ കാണാം. ഒന്നാമത്തെ ഇമാമായി ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഒക്കെ അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് നേരിട്ട് സഹായം തേടുന്നതിന് അവിടെ നിൽക്കട്ടെ. അത് അല്ലാത്ത അതിന്റെയൊക്കെ നിസ്സാരമായിട്ട് പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ? എന്താ പറയാറുള്ളത്? അസ്അലുക ബിഹഖി ഫുലാൻ ഔ ബിഹഖി അംബിയായിക വറുസുലിക.
ഇന്നയാളുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, നിന്റെ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട്, ഔ ബിഹഖിൽ ബൈത്തിൽ ഹറാം വൽ മശ്അരിൽ ഹറാം വനഹവി ദാലിക, അങ്ങനെ ബൈത്തുൽ ഹറാമിന്റെയോ മശ്അറുൽ ഹറാമിന്റെയോ ഹക്ക് കൊണ്ട് എന്നൊന്നും നിങ്ങൾ അങ്ങനെ ആ നിലക്ക് പറയുന്നത് അബൂ ഹനീഫ ഇമാമും അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരും വെറുത്തിരിക്കുന്നു. ഇത് ലൈസ ലിഅഹദിൻ അലല്ലാഹി ഹഖുൻ, കാരണം ഒരാളോടും അല്ലാഹ്ക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയും ഇല്ല. കണ്ടോ, ഇത് കിതാബിലില്ലേ? ഈ ഉദ്ധരണി കിതാബിലുണ്ടോ? ഇല്ലേ? ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഹക്ക് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന പോലും ബിഹഖിൻ നബി അല്ലെങ്കിൽ ബിഹഖി അംബിയായിക വറുസുലിക എന്ന് പറയുന്നത് പോലും വെറുത്തവരാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഖോജമാരുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങളുടെ കിതാബുകളിൽ ഇല്ലേ? നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ടല്ലേ അവര് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നത്? ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഉദ്ധരണി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലെന്നോ ആരിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല. മാത്രമല്ല അബൂ ഹനീഫ